മുഡ ഭൂമി ഇടപാടിൽ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടിയതിലൂടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കുരുക്കിട്ട് ഇഡി. BM പാർവതി അനധികൃതമായി കൈപ്പറ്റിയ 56 കോടി രൂപയുടെ 14 പ്ലോട്ടുകളാണ് ഇഡി കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത്. കേസ് CBIക്ക് വിടണമെന്ന ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. AP നദീറ, ഗുഡ് മോർണിംഗ്. മുഡ കുംഭകോണം, അതേക്കുറിച്ച് നദീറ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പുതിയ ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ്? സുജയ, ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെയും അതുപോലെ സിദ്ധരാമയ്യയുടെ ബന്ധുക്കളുടെ ഒക്കെ പേരിൽ ആരോപണം വന്നിരിക്കുന്ന ED രജിസ്റ്റർ ചെയ്ത കേസിലാണിപ്പോൾ ഈ വിവാദ ഭൂമി കണ്ടുകെട്ടിയിരിക്കുന്നത്. അതായത് സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിയുടെ മാത്രം ഭൂമിയല്ല, 300 കോടി രൂപയ്ക്ക് വരുന്ന ഈ മുടയിലൂടെ അനധികൃതമായി കൈമാറിയ ഭൂമിയെല്ലാം തന്നെ കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഇത് 142 പ്രോപ്പർട്ടികളാണ് ഇങ്ങനെ കണ്ടുകെട്ടിയതായി ED അറിയിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഉയർന്ന ആരോപണമാണ്. അദ്ദേഹം വഴിവിട്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന വില കുറഞ്ഞ ഭൂമിയെ വില കൂടിയ മൂല്യം വർദ്ധിച്ച ഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അതാണ് കേസ്. 3,50,000 വരെ വിലയുണ്ടായിരുന്ന ഭൂമിയെ കൊണ്ടുപോയി 56 കോടി വിലയുള്ള 14 പ്ലോട്ടുകളാക്കി മാറ്റി. ഇതിൽ വഴിവിട്ട സഹായം സിദ്ധരാമയ്യയുടെ അടുത്ത ആളുകളായ ഈ മുടയിലുള്ള ഉദ്യോഗസ്ഥരും കൂടി ചെയ്തു എന്ന വലിയ ആരോപണമാണ് ലോകായുക്തയുടെ മുന്നിലുള്ളത്. അതാണ് ലോകായുക്ത അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ലോകായുക്ത രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിൽ ED കേസന്വേഷണം നടത്തിയത്. ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സംഭവിച്ചിരിക്കുന്നത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന ഈ 14 പ്ലോട്ടുകൾ തിരികെ ED ജപ്തി ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ സിദ്ധരാമയ്യയുടെ ഭാര്യ ഇത് മുടയെ തിരിച്ചേൽപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് വീണ്ടും പോകുന്നു. നമുക്കറിയാം, സംസ്ഥാന BJPയും അതുപോലെ JDSും ഒക്കെ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ രാജിയൊക്കെ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ജപ്തി നടപടിയിലേക്ക് കൂടി നീങ്ങിയ സാഹചര്യത്തിൽ സിദ്ധരാമയ്യയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. പ്രതിപക്ഷം വീണ്ടും രാജി ആവശ്യവുമായി മുന്നിൽ വരാനുള്ള സാധ്യത തെളിയുകയാണ്. സുജയ.